എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആത്മോപദേശ ശതകത്തിലെ 27ാമത്തെ പദ്യമാണ്. ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാവ് അറിവ്, അത് താനഥ നാമരൂപമായും കരണമുടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാണിക്ക മഹേന്ദ്രജാലം എല്ലാം. ഗാഠനിദ്രയെ വിശകലനം ചെയ്തുകൊണ്ട് ഈ വ്യക്തിയുടെ ആയാലും സമഷ്ടിയുടെ ആയാലും പ്രപഞ്ചം വെറും ഇരുട്ടിൽ ഉദയം ചെയ്ത് ഇരുട്ടിൽ നിലനിന്ന് ഇരുട്ടിൽ തിരിച്ചു ലയിക്കുന്നത്. ആ ഇരുട്ടോ ബോധരൂപമായ സത്യത്തെ മറയ്ക്കുന്ന ഒരു മറ. ഇതെങ്ങനെ വന്നുവെന്നോ എപ്പോ വന്നുവെന്നോ ആർക്കും പുറമേ നിന്ന് അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ആ ഇരുട്ടുൾപ്പെടെ ഉള്ള ജഗത്ത് മഹേന്ദ്രജാലം, ഒരു വലിയ ഇന്ദ്രജാലമാണ്. ഈ ഇന്ദ്രജാലം ബോധത്തിന്റെ ശുദ്ധമായ അനുഭവത്തെ തടയുന്നു. പല ദൃശ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഭേദചിന്ത ഉടൻ തന്നെ അവയിൽ രാഗദ്വേഷങ്ങൾ ഇവയൊക്കെയാണ് ശുദ്ധമായ ആത്മാനുഭവത്തെ തടയുന്ന കാര്യങ്ങൾ. ഇവയൊക്കെ 3 ജഡദേഹങ്ങളെ ആശ്രയിച്ചുണ്ടാകുന്നവയാണ്. നമ്മൾ കഴിഞ്ഞൊരു ശ്ലോകത്തിൽ അഴലും അഞ്ചിതളാർന്നു 2 തട്ടായിത്തിരിയും അനാദിവിളക്ക് എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ഈ 3 ശരീരങ്ങളെയും കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണശരീരം, സൂക്ഷ്മശരീരം, സ്ഥൂല ശരീരം. ഇവയിൽ പ്രതിബിംബിക്കുന്ന ബോധം, ആ ബോധമാണ് ജീവൻ. ഞാൻ എന്ന് നമ്മുടെ ഉള്ളിലൊക്കെ സദാ അനുഭവപ്പെടുന്ന ജീവൻ. ഈ ജീവൻ 3 ശരീരങ്ങളെ അംഗീകരിക്കുന്നതോടുകൂടിയാണ് സംസാരയാത്ര ആരംഭിക്കുന്നത്. കാരണശരീരമാണ് ഈ ഇരുണ്ട മറ, ഗാഠനിദ്രയിൽ അനുഭവപ്പെടുന്ന ഇരുണ്ട മറ. ഇതെപ്പോ വന്നുവെന്നോ എന്തിനു വന്നുവെന്നോ കണ്ടുപിടിക്കാൻ പുറത്തുനിന്ന് അന്വേഷിക്കുന്ന ആർക്കും സാധ്യമല്ല. ഈ കാരണശരീരത്തിൽ നിന്നും ഉണരുമ്പോൾ സൂക്ഷ്മശരീരം, അതായത് അന്ധക്കരണം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, സൂക്ഷ്മ ഇന്ദ്രിയങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെട്ട നമ്മുടെ അന്ധക്കരണം, അത് തന്നെയാണ് സൂക്ഷ്മശരീരം. ഈ ഇരുട്ടിൽ നിന്നും സൂക്ഷ്മശരീരം ഉണ്ടാകുന്നു. ഈ ഇരുട്ടിന്റെ അനുഭവഘട്ടമാണ് ഗാഠനിദ്ര. സൂക്ഷ്മശരീരത്തിന്റെ സ്വതന്ത്രമായ അനുഭവഘട്ടമാണ് സ്വപ്നം. പുറമേയും സ്ഥൂല ശരീരമൊന്നും കാണാനില്ല. നമ്മുടെ സൂക്ഷ്മശരീരം ഉള്ളിൽ ദേശകാലങ്ങൾ ഉൾപ്പെടെ ഒരു പുതിയ പ്രപഞ്ചത്തെ ഉണ്ടാക്കി അനുഭവിക്കുന്നു. ഇതെങ്ങനെ, എന്തിന് എന്നൊന്നും ചോദിക്കരുത്. ഒക്കെ മായ ഭ്രമം. എത്ര ചോദിച്ചാലും പിടികിട്ടില്ല ആർക്കും. അപ്പൊ സൂക്ഷ്മശരീരത്തിന്റെ സ്വതന്ത്ര പ്രവർത്തനമാണ് സ്വപ്നം. അത് കഴിഞ്ഞ് കുറെ കൂടെ കട്ടിപിടിച്ചത് സ്ഥൂല ശരീരം, മാംസാസ്ഥിമയമായ നമ്മുടെ ശരീരം. അതുപോലെ ഓരോ ജീവികൾക്കും, വൃക്ഷലതാദികൾക്ക് പോലും അതതിന്റെ ശരീരം. ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് പുറമേയുള്ള ജഗത്തിനെ അനുഭവിക്കുന്നു. ഇതാണ് ജാഗ്രത അവസ്ഥ, ഉണർന്നിരിക്കുമ്പോഴുള്ള അനുഭവാവസ്ഥ. അപ്പോൾ സ്ഥൂല ശരീരത്തിന്റെ അനുഭവാവസ്ഥയാണ് ജാഗ്രത. സൂക്ഷ്മശരീരത്തിന്റെ സ്വതന്ത്ര അനുഭവഘട്ടമാണ് സ്വപ്നം. കാരണശരീരത്തിന്റെ സ്വതന്ത്ര അനുഭവഘട്ടമാണ് ഗാഠനിദ്ര, സുഷുപ്തി. ഈ 3 ശരീരങ്ങളെയും ഒഴിച്ചു മാറ്റാമെങ്കിൽ എന്ത് ശേഷിക്കും? ബാക്കി ശുദ്ധബോധം ശേഷിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഒരാൾ ഒന്നിന് മുകളിൽ ഒന്നായി 3 ഉടുപ്പ് ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് അയാളുടെ യഥാർത്ഥ രൂപം തെളിയുന്നില്ല.
അയാൾ ആ 3 ഉടുപ്പും എടുത്തു മാറ്റുകയാണെങ്കിൽ അയാളുടെ യഥാർത്ഥ രൂപം തെളിയും. ശരീരം മാറുന്നതൊക്കെ വെറും വസ്ത്രം മാറും പോലെ എന്നല്ലേ കൃഷ്ണനും പറയുന്നത്? വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. മനുഷ്യൻ കീറിമുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രങ്ങൾ അംഗീകരിക്കുന്നത് പോലെ ജീവൻ പഴയ ശരീരങ്ങൾ മാറ്റി പുതിയ ശരീരങ്ങൾ അംഗീകരിക്കുന്നു. അത്രയേ ഉള്ളൂ ജനന മരണത്തിന്റെ ഒക്കെ രഹസ്യം. ഈ ശരീരങ്ങളെ മാറ്റണം. മാറ്റിയെങ്കിലേ ശുദ്ധബോധം തെളിയൂ. തീർച്ചയാണല്ലോ. ഈ 3 ശരീരങ്ങളും ആണ് സകല സംസാരാനുഭവങ്ങളും ഉണ്ടാക്കുന്നത്. സംസാരാനുഭവങ്ങളിൽ 4മതൊരനുഭവമില്ല, ആർക്കുമില്ല, ഒരിടത്തുമില്ല. ഉറക്കം, സ്വപ്നം, പുറമേയുള്ള ജഗത്ത്, ഇതിൽ കവിഞ്ഞ് 4മതൊരനുഭവമില്ല ഈ സംസാരഭ്രമത്തിൽ. പക്ഷേ 4മതൊരനുഭവമുണ്ട്. ഈ 3 ശരീരങ്ങളും മാറിക്കഴിയുമ്പോൾ ശുദ്ധമായ ബോധത്തിന്റെ കേവലാനന്ദസ്ഥിതി, ഇതാണ് 4മത്തെ അനുഭവം. അതിനെയാണ് തുരീയാനുഭവം എന്ന് പറയുന്നത്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന 3 അനുഭവങ്ങളും കഴിഞ്ഞ് അതിനപ്പുറത്തുണ്ടാകുന്ന തുരീയ അനുഭവം. തുരീയെന്ന് പറഞ്ഞാൽ 4മത്തേത് എന്നേ അർത്ഥമുള്ളൂ. ഒരു യോഗി ഈ 3 ശരീരങ്ങളെയും പുറന്തള്ളി 4മത്തെ തുരീയാനുഭവത്തിലെത്തി ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നു. തുരീയാനുഭവത്തിലെ ശുദ്ധബോധം തന്നെയാണ് ബ്രഹ്മം. അവിടെ ആ ബോധത്തോട് ചേർന്ന് ജഡത്തിന്റെ യാതൊരു അംശവുമില്ല, ശുദ്ധബോധം. ഈ തുരീയാനുഭവത്തെക്കുറിച്ചാണ് ഗുരുദേവൻ 28ാം പദ്യത്തിൽ വിവരിക്കുന്നത്. അടിമുടിയേറ്റ് അടിതൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നതു തുര്യബോധമാകും. ജഡമറിവിയിലത്തു ചിന്ത ചെയ്തു ചൊല്ലും നിലയിലിരുന്ന് അറിവല്ലറിഞ്ഞിടേണം. അടിമുടിയറ്റ് ഈ പ്രപഞ്ചാനുഭവങ്ങളിലെല്ലാം നമ്മൾ ഓരോ വസ്തുക്കളെ അറിയുമ്പോൾ അതിന് ആരംഭമുണ്ട്, മധ്യമുണ്ട്, അന്ത്യമുണ്ട്, ദേശകാലഭേദങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തുരീയത്തിലെ ശുദ്ധബോധാനുഭവത്തിന് അങ്ങനെയുള്ള യാതൊരു പരിമിതിയുമില്ല, ദേശകാല പരിമിതികളൊന്നുമില്ല. ഈ ശുദ്ധബോധത്തിലാണ് ദേശകാലങ്ങളുടെ തോന്നൽ പോലും സംഭവിക്കുന്നത്. അപ്പൊ ദേശകാലങ്ങളുടെ തോന്നലിനും അപ്പുറം ശുദ്ധമായി നിൽക്കുന്ന ബോധമാണ് തുരീയാനുഭവം. അതാണ് അടിമുടിയറ്റ്. അടി അതിനൊരു താഴ്ഭാഗം, മുടി അതിനൊരു മുകൾ ഭാഗം, ഒരു പരിമിതിയുമില്ല. അടിമുടിയറ്റ്. എന്നാലോ അടിതൊട്ടു മൗലിയന്തം സ്ഫുടമറിയും. അടിതൊട്ടു മൗലിയന്തം, പാദം മുതൽ ശിരസ് വരെ എന്ന് പറഞ്ഞാലോ പൂർണ്ണം എന്നാണ്. അല്ലാതെ ആ ബോധത്തിന് പാദമില്ല, ശിരസില്ല, ഒന്നുമില്ല. ഒരു വസ്തുവിനെ പൂർണ്ണമായി അറിയുക എന്ന് പറഞ്ഞാൽ പാദം മുതൽ ശിരസ് വരെ അറിയുക. ഇത് ഒരു പ്രതീകമായി ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. ബോധത്തിന് പാദമുണ്ടായിട്ടോ ശിരസുണ്ടായിട്ടോ അല്ല. അടിതൊട്ടു മൗലിയന്തം, അടിതൊട്ട് പാദം മുതൽ മൗലിയന്തം ശിരസ് വരെ സ്ഫുടമറിയുന്നു, വ്യക്തമായി, യാതൊരു അവ്യക്തതയുമില്ല. ചില ആളുകൾ പറഞ്ഞു നടക്കാറുണ്ട് ഈ വേദാന്തിയുടെ ബ്രഹ്മാനുഭവമൊക്കെ ഒരു പുക പോലെ എന്തോ അവ്യക്തമായ ഒരു ഏർപ്പാടാണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ധാരാളം. സൂര്യൻ ഉദിക്കുന്നത് പോലെ ബ്രഹ്മാനുഭവം വന്നു ചേരുന്നു. ഈ ശരീരമുണ്ടെന്ന്
എത്ര വ്യക്തമായി ഇപ്പോഴറിയുന്നുവോ അതിനേക്കാൾ 100 ഇരട്ടി വ്യക്തമായി ഉണ്ടെന്ന് അനുഭവിക്കുന്നു ബോധത്തെ. ബോധത്തെ അനുഭവിക്കുന്നു എന്നാണ് അനുഭവിച്ച മഹാത്മാക്കൾ പറയുന്നത്. ഗുരുദേവൻ പലയിടത്തും പറയുന്നുണ്ട്. ഒരു സൂര്യനല്ല, ഒരു 10,000 ആത്മോപദേശ ശതകത്തിൽ തന്നെ വരുന്നു. ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ എന്നിനി പറയാൻ പോകുന്നു. അതിരിക്കട്ടെ, എന്തായാലും അടിമുടിയറ്റ് അടി തൊട്ടു മൗലി അന്തം സ്ഫുടം അറിയുന്നത്, സ്ഫുടമായി അറിയുന്നത്, അനുഭവിക്കുന്നത്, സ്ഫുടമറിയുന്നതു തുര്യബോധമാകും. 4ാമത്തെ അനുഭവം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അനുഭവങ്ങൾക്കും അപ്പുറം 4ാമത്തെ അനുഭവം അടിമുടിയറ്റ് അടി തൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നതു തുര്യബോധമാകും. ജഡമറിവിയില്ല. ഈ അറിവ് ജഡത്തിൻ്റെതല്ല. ജഡത്തിന് ഇതൊന്നും അറിയാൻ സാധ്യമല്ല. ജഡത്തിനറിവേ ഇല്ല. ജഡമറിവിയിലെത്തൂ. എന്താ കാര്യം? ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്ന് അറിവല്ല, അത് ഓർത്തിടേണം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ അറിവുകളും എല്ലാ അനുഭവങ്ങളും ചിന്ത ചെയ്ത് ചൊല്ലുന്നതിനിടയിലുള്ള അറിവുകളാണ്. അതായത് സങ്കല്പിച്ച്, ഇവിടെ ഇപ്പോൾ ഒരു മേശയുണ്ട് എന്ന് സങ്കല്പിച്ചു. എന്നിട്ട് ആ മേശയെക്കുറിച്ച് ചിന്തിച്ചു. ഇതെന്ത് തടി കൊണ്ടാണ് ഉണ്ടാക്കിയത്, ഇതിന്റെ നീളം എത്ര, ഇതിന്റെ വീതി എത്ര, ആരാണ് ഉണ്ടാക്കിയത്, ഇങ്ങനെ നിരവധി ചിന്തകൾ ആ മേശയെക്കുറിച്ചുള്ള അറിവിന്റെ പിന്നാലെ സംഭവിക്കുന്നു. സങ്കല്പത്തിൽ ഉദയം ചെയ്യുന്നു എന്ന് തോന്നുന്ന വസ്തുവിനെക്കുറിച്ച് അതിന്റെ ജനന മരണാദി ദേശകാലാദി ചിന്തകൾ. അപ്പോ ജഡത്തിന്റെ അറിവുകളെല്ലാം ജഡമറിവിയിലത്ത്. എന്തുകൊണ്ട്? ജഡത്തിന്റെ അറിവൊക്കെ ചിന്ത ചെയ്ത് ചൊല്ലുന്നിടയിലിരുന്ന അറിവാണ്. ചിന്ത ചെയ്തിട്ട് സങ്കല്പിച്ചിട്ട് അറിവ് പൂർണ്ണമാകുന്നതിന് മുൻപ് ഒട്ടേറെ ചിന്തകൾ ഇങ്ങനെ അതിന്റെ പിന്നാലെ അഴിച്ചുവിട്ട് ആണ് ഒടുവിൽ ആ വസ്തുവിനെ അറിയുന്നത്. ഈ തുര്യബോധം അങ്ങനെയല്ല. അവിടെ സങ്കല്പമേ ഇല്ല. അപ്പോൾ ചിലർക്ക് തോന്നും സങ്കല്പമേ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ അറിവ് വരുന്നത്? അത് ബോധമുള്ളതുകൊണ്ടാണല്ലോ മറ്റെല്ലാ സങ്കല്പങ്ങളും ഉദയം ചെയ്യുന്നത്. അപ്പൊ ശുദ്ധബോധം സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറമാണ്. നമുക്കും ഇത് യുക്തി കൊണ്ടറിയാൻ ബുദ്ധിമുട്ടില്ല. നല്ല ആനന്ദം അനുഭവിക്കുന്നു. അത് ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ല. ഞാൻ ആനന്ദിക്കുന്നു എന്ന ചിന്ത പോലും അവിടെ അസ്തമിക്കുന്നു. നല്ലൊരു പാട്ട് കേൾക്കുന്നു നോക്കുക. ഒരാളങ്ങനെ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്നു. അയാള് ഞാൻ ആനന്ദിക്കുന്നു. നമ്മളൊക്കെ പാട്ടൊക്കെ കേട്ട് ആനന്ദിച്ചിട്ടുള്ളവരാണല്ലോ. ആരെങ്കിലും ഞാൻ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞാണോ അനുഭവിക്കാറ്? ഒരിക്കലുമല്ല. അനുഭവം കഴിയുമ്പോൾ ഞാൻ ആനന്ദിച്ചു. ഇവിടെ അങ്ങനെ അനുഭവം കഴിയുന്ന ഏർപ്പാട് പോലുമില്ല. തുര്യാനുഭവം നേടിയ ഒരു ബ്രഹ്മനിഷ്ഠന് ആ അനുഭവം പിന്നെ ഒരിക്കലും കഴിയുക, അങ്ങോട്ട് പൊയ്പോവുക എന്ന ഏർപ്പാടില്ല. ജീവിതത്തിലുടനീളം ശരീരം വീണാൽ പോലും നഷ്ടപ്പെടാത്ത അനുഭവം ആയിട്ടാണ് അദ്ദേഹത്തിന് തെളിയുന്നത്. അപ്പോ തുര്യാനുഭവത്തിൽ അനുഭവം പോയതിനു ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന പ്രശ്നം പോലുമില്ല. ഇത് ശുദ്ധ ആനന്ദമാണ്. തുര്യാനുഭവം ശുദ്ധബോധം, ശുദ്ധ ആനന്ദമാണ്. നമ്മളൊക്കെ തന്നെ ആനന്ദത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ ആനന്ദിക്കുന്നു എന്ന് ചിന്ത ചെയ്തിടയിലിരുന്ന അറിവല്ല ആനന്ദാനുഭവം. കാരണം ആനന്ദം ആരെവിടെ അനുഭവിച്ചാലും ബ്രഹ്മത്തിന്റെ വകയാണ്, ആത്മാവിന്റെ വകയാണ്. അവിടെ ചിന്തയ്ക്കോ ശബ്ദത്തിനോ പ്രസക്തിയേയില്ല.
ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ല അത്. ഈ തുര്യാനുഭവം ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ല, അത് ഓർത്തിടയണം, അത് നല്ലവണ്ണം ധരിക്കണം. നമുക്ക് ആ അനുഭവത്തെക്കുറിച്ച് ഊഹിക്കാവുന്നത് ഏതെങ്കിലും പുറമേയുള്ള ഉപായത്തെ ആശ്രയിച്ച് അതിരത്തെ ആനന്ദം ഏതാനും നിമിഷം അനുഭവിച്ചിരിക്കുമ്പോഴുള്ള അനുഭവത്തെ ഓർമ്മിച്ച്. അതും ആത്മാനന്ദമാണ്, അല്ല ആനന്ദം മറ്റൊരിടത്തു നിന്നും കിട്ടില്ല.